ഹരി ഓം, ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മളെ ജീവിതത്തില് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് അല്ലെ, കടം വരുന്നതിന്റെ ലക്ഷണങ്ങൾ ആണ്. കടം വരുന്നതിന്റെ ലക്ഷണം പറഞ്ഞാൽ ഈ നിമിത്തങ്ങൾ കണ്ടാൽ നമുക്ക് കൃത്യമായ ഒരു നിരീക്ഷണം നടത്താവുന്നതാണ് അല്ലെ. സാമ്പത്തികമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രധാനമാണ് അല്ലെ. നമ്മുടെ ജീവിതത്തിൽ തന്നെ പ്രധാനമായിട്ടുള്ള കാര്യം തന്നെയാണ് സാമ്പത്തികം എന്ന് പറയുന്നത്. എത്രയോ പ്രാധാന്യമല്ല എന്ന് പറഞ്ഞാൽ പോലും ഒന്നും സാമ്പത്തികം ഇല്ലാതെ ഒന്നും ലഭിക്കുകയില്ല അല്ലെ. നമുക്ക് സാമ്പത്തികത്തിന്റെ ആവശ്യത്തിന് സാമ്പത്തികം തന്നെ വേണം. സോ അതൊരു സുപ്രധാന ഘടകം തന്നെയാണ്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്നു സാമ്പത്തികത്തിന് വേണ്ടി തന്നെയായിരിക്കും. ഒരു ജോബ് ചെയ്യുക എന്ന് പറയുന്നത് ചുമ്മാ ആരും ഫ്രീ ആയിട്ട് പോയി ആർക്കും ചെയ്യാനില്ല. സോ എന്തിനാണ് ജോബ് ചെയ്യുന്നത്? ആ ജോബ് ഒരു സാമ്പത്തികം കിട്ടാണ്. സോ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ നമുക്ക് സാമ്പത്തികമായ നഷ്ടം സംഭവിക്കാം, നമുക്ക് കടം പെരുകാം. സോ അത് പല വരി മുഖേനയായിരിക്കാം. ഇപ്പൊ ലോൺ തന്നെ എടുത്തു വേണില്ല, ഇപ്പോൾ ഉണ്ടായിരുന്ന ജോബ് നഷ്ടമായി തീർന്നു, നമുക്ക് കടം വർദ്ധിക്കും അല്ലെ. അതുപോലെ തന്നെ നമുക്ക് ബിസിനസ്സിന് വേണ്ടിയാലും അനാവശ്യമായിട്ട് ഇങ്ങനത്തെ ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, കൂടുതലായിട്ട് കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു മാത്രം ഒരേ കാലം ചെയ്യുക. ശ്രദ്ധിച്ച് നമ്മളൊരു വളരെ ജാഗ്രതയോടെ തന്നെ പോകണം. നേരത്തെ ഇത് പേടിപ്പിക്കാൻ വേണ്ടി ഇടുന്ന ഒരു വീഡിയോ അല്ല, നമുക്കൊരു അറിവിന് വേണ്ടി ഒരു അറിവ്. ഇതൊക്കെ ഒരു വിശ്വാസത്തെ ബേസ് ചെയ്ത് മാത്രമാണ് അല്ലെ. ഈ ലക്ഷണം നിമിത്തം എന്നൊക്കെ പറയുന്ന ഒരു വിശ്വാസമാണ്. ഓക്കെ, അപ്പം ഇതിനെ വിശ്വസിക്കുന്നവരെന്ത് ചെയ്യുക, ഈ ലക്ഷണങ്ങൾ ഉണ്ടായതിനനുസരിച്ച് ജാഗ്രത എടുക്കുക. അല്ലാതെ പേടി അയ്യോ നാളെ ഈ ഒരു സൂചന കണ്ടോടത്ത് നിങ്ങൾക്ക് പേടിക്കൊന്നും വേണ്ട. പക്ഷെ അധികമായിട്ട് ലക്ഷണങ്ങൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ജാഗ്രത ആവശ്യമാണ്. സോ അതിന് കൃത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങളൊക്കെ ചെയ്യുക. അപ്പം ഇതിന് പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാവുന്നതൊക്കെ നമുക്ക് ലാസ്റ്റ് ഞാൻ പറയാം. അപ്പം ഈ വീഡിയോ ഇടയ്ക്കായിട്ട് ഞാൻ പറയാം. അപ്പൊ നമുക്ക് പൂർണ്ണമായിട്ട് ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്കൊരു 15 ലക്ഷണത്തോളം നമുക്ക് പറയാം ഈ ഒരു വീഡിയോയില്. അധികം വീഡിയോ നീണ്ടു പോകില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഈ കടം കയറുന്നതിന് ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈശാദനം കുറയുന്ന ഒരു കാരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. നമ്മൾ കൃത്യമായി ഫണ്ട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതും ഒരു കടം കയറുന്ന ലക്ഷണമാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായ നഷ്ടം സംഭവിക്കുന്നതാണ്. നമ്മൾ കൃത്യമായിട്ടല്ല എക്സ്പെൻസ് ചെയ്യുന്നത് എന്നെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് മാന്ദ്യം വരാം അല്ലെ. നമുക്കൊരു 1000 രൂപ കിട്ടി, 1000 രൂപയെ എങ്ങനെ നമ്മൾ ചെലവാക്കുന്നു അല്ലെ, എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കിട്ടിയാലും 10,000 രൂപ കിട്ടിയാലും ഇവർക്ക് 2 പേർക്കും ചെലവുണ്ടാവും. 1 ലക്ഷം കിട്ടുന്നതിന് 1 ലക്ഷം ചെലവായിരിക്കും, 10,000 കിട്ടുന്ന 10,000 ചെലവായിരിക്കും. സോ അത് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയായിരിക്കുന്നു. ചിലപ്പോൾ 10,000 കിട്ടുന്നതിന് അടുത്ത ദിവസം കോടീഷൻ ആവാൻ പറ്റില്ല. 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നതിന് ചിലപ്പോൾ അടുത്ത ദിവസം ദാരിദ്ര്യം ആവാൻ സാധ്യതയുണ്ട്. കാരണം എന്താ, ഇവരെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഇവരെങ്ങനെയാണ് ഈ ധനത്തെ നോക്കിക്കാണുന്നതിലും കാര്യമുണ്ട് അല്ലെ. അപ്പം ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ നിങ്ങളൊന്ന് ജാഗ്രത ആയിക്കോളൂ. നിമിത്തങ്ങൾ കാണുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചോളൂ. ഇപ്പൊ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് നമുക്ക് വളരെ അധികം നീട്ടാതെ തന്നെ മുമ്പോട്ട് പോവാം. ഇപ്പൊ നമ്മൾ പറയാമെങ്കിൽ ശരീരത്തിലൊക്കെ കറുത്ത പാട് കാണുക പ്രത്യക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുക. പെട്ടെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംഭവമല്ല, പെട്ടെന്ന് കറുപ്പ് നിറം നമ്മുടെ ശരീരത്തിലൊക്കെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് നഷ്ടം അല്ലെങ്കിൽ കടം കയറുന്നതിന്റെ ലക്ഷണമായിട്ട് പറയാം. അത് മാത്രമല്ല, നമുക്ക് ചതി പറ്റാനും ചാൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാവുന്നൊരു കാര്യമാണ്. അതേപോലെ തന്നെ വീട്ടിൽ ഈർപ്പം വരിക, അത് നമുക്ക് കടം കയറുന്നതിന്റെ ലക്ഷണമായിട്ട് പറയാവുന്ന ലക്ഷണമാണ്. ധനനഷ്ടം സംഭവിക്കുന്നതിന്റെ, സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നതിന്റെ ലക്ഷണമായിട്ട് പറയാവുന്ന കാര്യമാണ് ഈർപ്പം വീട്ടിൽ വരിക എന്ന് പറയുന്നത്. 3 എന്ന് പറയുന്നത് വീടിന്റെ അകത്തൊക്കെ കൂണ് മുളയ്ക്കുന്നത്, മഷ്റൂം മുളയ്ക്കുന്നത്, തുടർന്ന് മുളയ്ക്കുന്നത് സാമ്പത്തികമായ നഷ്ടം സംഭവിക്കുകയും കടം കയറുന്നതായിട്ടൊക്കെ പറയാം. 4 കമന്റ് കൊണ്ട് വരല്ലേ, എന്താ കൂൺ കൃഷി വീടിന്റെ അകത്ത് എനിക്ക് കടമൊന്നും കയറിയിട്ടില്ലല്ലോ എന്ന് പറയല്ലേ. അത് ബിസിനസ്സാണ്. ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക. ഇനി ഇതൊക്കെ ഒരു വിശ്വാസമാണ്. 4 എന്ന് പറയുന്നത് വീടിനുള്ളിൽ കുരങ്ങുകൾ കയറുന്നത് സാമ്പത്തികമായ നഷ്ടത്തെ സൂചിപ്പിക്കുകയും കടബാധ്യത കയറുന്നതായിട്ടൊക്കെ നമുക്ക് പറയുന്ന ലക്ഷണമായിട്ടാണ് വിശ്വാസം. 5 എന്ന് പറയുന്നത് വീട്ടിനുള്ളിൽ ചിതല് കാണുക, അല്ലെ ചിതല് വരുന്നതൊക്കെ സാമ്പത്തികമായ നഷ്ടം അല്ലെ കടം കയറുന്നതിന്റെ ലക്ഷണമായിട്ട് പറയാം. നമ്മുടെ ജനാലകളില്, ഡോറുകളില്, വാഹനങ്ങളിലൊക്കെ കാക്ക കൊത്തുന്നത് ഒക്കെ നമുക്ക് കടം കൊണ്ടുവന്നു അല്ലെ കടത്തെ വിളിച്ചു വരുത്തുന്നു എന്നൊക്കെ പറയാൻ പറ്റും. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു രീതി ഇത് നമുക്ക് നോർമലി കാണുന്ന ഒരു വസ്തുതയല്ലല്ലോ അത്.
ഇപ്പൊ ഒരു വിൻഡോയിൽ വന്ന് അല്ലെങ്കിൽ ഒരു ഡോറിൽ വന്ന് കാക്ക കൊത്തുക എന്ന് പറയുന്നത്, ഇപ്പൊ കാറ് പുറത്ത് കിടക്കുന്നതുകൊണ്ട് കാറ് വന്ന് കൊത്തുന്നതായിട്ട് നമ്മൾ ഓക്കെ നടക്കുന്നതായിട്ട് വിചാരിക്കാം. ബട്ട് ഡോറ് അതുപോലെ വിൻഡോസിലൊക്കെ എന്ന് പറയുന്നത് കോമൺ അല്ല. സോ അങ്ങനെ കൊത്തുന്ന കണ്ടാൽ നിങ്ങളൊന്ന് ജാഗ്രത ആയിക്കോളൂ. ശത്രുദോഷം മുഖേനയാണ് കടം കയറാൻ ചാൻസ് കൂടുതൽ ആ ഒരു രീതി എന്ന് പറയുന്നത്. സോ അതൊന്ന് ടേക്ക് കെയർ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ എന്തെടുത്താലും നിലത്ത് പോവാ, പെട്ടെന്ന് നിലത്തായി പോവാ. ശ്രദ്ധയില്ലാഞ്ഞിട്ടല്ല, ശ്രദ്ധിച്ചാണ് എടുക്കുന്നത്, ബട്ട് നിലത്താടി പോകുന്നു, തുടർന്ന് ഇങ്ങനെ സംഭവിക്കുന്നു. അതൊരു ലക്ഷണമാണ് കടം പെരുകുന്നതിന്റെ ലക്ഷണമായിട്ടും പലതും. ഇതിന് വേണമെങ്കിൽ വേറൊരു അർത്ഥം നമുക്ക് കാണാം. ഈ തുടർന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ ചാടി പോവാണെങ്കിൽ ഒരു പാത്രമാണ് എടുക്കുന്ന, നിലത്താണെങ്കിൽ പൊട്ടി, വീണ്ടും എടുക്കുമ്പോൾ അടുത്ത പാത്രം എടുത്ത് പൊട്ടി, ഇങ്ങനെയാണെങ്കിൽ പാത്രം വാങ്ങണം. സോ ഇങ്ങനെയും സാമ്പത്തികം നഷ്ടമായിക്കൊണ്ടേയിരിക്കാം. ഓക്കെ, ഇങ്ങനെയാവാം. ഇതൊക്കെ ഒരു വിശ്വാസമാണ്. സോ എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ, തുടർന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ, നല്ലതായിരിക്കും. അതുപോലെ തന്നെ ചീവീട് ചിലയ്ക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ചിലയ്ക്കുന്നത് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ നിരന്തരമായി ചിലയ്ക്കുന്നത് സാമ്പത്തികമായിട്ട് നഷ്ടത്തെ സൂചിപ്പിക്കുന്നതാണ്. വീടിന്റെ അകത്ത് കേട്ടോ, വീടിന്റെ അകത്ത് നിന്ന് ചീവീട് ശബ്ദിക്കുന്നത് എന്താണ്, സാമ്പത്തികമായ നഷ്ടത്തെയും കടം കയറുന്നതായിട്ടൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനത്തെ ലക്ഷണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ ഉറുമ്പ് വീട്ടിൽ വരുന്നത്, തുടർന്ന് കൂട്ടമായിട്ട് ഉറുമ്പ് വരുന്നത് എന്താണ്, കടം കയറുന്ന ലക്ഷണമായിട്ട് പറയാം. നീറാണ് കേട്ടോ, ഉറുമ്പ് എന്ന് പറയുന്നത് നീറാണ്. നമ്മൾ പറഞ്ഞു കറുത്ത ഉറുമ്പ് വരുന്നത് സാമ്പത്തികമായ നേട്ടമാണെങ്കിൽ, നീര് വന്ന് കയറുന്നത് സാമ്പത്തികമായ നഷ്ടത്തെയും കടത്തെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. സോ ശ്രദ്ധിക്കുക. ഇതൊക്കെ ജാഗ്രതയ്ക്ക് വേണ്ടി മാത്രമേ, പേടിക്കപ്പിക്കാൻ വേണ്ടി പറയണല്ല, നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒരു അറിവായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ആസിഡ് ഉണ്ടല്ലോ, ആസിഡിൽ നമുക്കൊരു പുളി കറന്ന മണമൊക്കെ വരുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് നഷ്ടത്തെയൊക്കെ സൂചിപ്പിക്കാവുന്നതാണ്, കടം കയറുന്നതൊക്കെ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വളർത്തു പൂച്ച ഉണ്ടല്ലോ, നമ്മൾ വീട്ടിൽ വളർത്തുന്ന പൂച്ച, ആ പൂച്ച കാണാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായ നഷ്ടം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കടകണിയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള സൂചനയാണ്. സോ അതും വി ടേക്ക് കെയർ. പിന്നീട് നമ്മൾ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുമ്പോൾ വളരെയധികം ജാഗ്രതയോടെ ശ്രദ്ധയോടെ തന്നെ മുമ്പോട്ട് നോക്കുക ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കേട്ടോ. അതുപോലെ തന്നെ ചുമ്മാ ഇരുന്ന് വേർക്കുക. വേർക്കുക ഈ ആവി കാരണമുള്ള വേർപ്പൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് നല്ല തണുപ്പാണെങ്കിൽ പോലും നമുക്ക് വേർക്കുക, ശരീരം വേർക്കുക. BP കൂടിയാൽ അങ്ങനെ വേർക്കൂലേ, അസുഖം. അപ്പൊ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലല്ല, അല്ലാതെ വേർക്കുന്നു, അസുഖം മുഖേനല്ല, അല്ലാതെ വേർക്കുന്നു എങ്കിൽ നോക്കുക. ആദ്യം ഇങ്ങനെ വേർക്കുമ്പോൾ നിങ്ങൾ ആദ്യമേ ഒരു കൺസൾട്ടന്റ് കാണണം, കാരണം ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. അപ്പം എന്താണ്, അതിൻ്റെതായ ടേക്ക് കെയർ എടുക്കണം. സോ വൈദ്യ പരിശോധന നടത്തി പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ല, ഓക്കെ ആണ് എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും ഇത് ചെയ്യുന്നു എങ്കിൽ, ഇങ്ങനെ വേർക്കുന്നു എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് സാമ്പത്തികമായ നഷ്ടം വരെ സംഭവിക്കാനുള്ള കടം കയറുന്നതിന് സാധ്യതയുണ്ടെന്നാണ് കേട്ടോ. അതുപോലെ തന്നെ വീട്ടിൽ എപ്പോഴും കളകം, ഇങ്ങനെ എപ്പോഴും വീട്ടിൽ അടിയും ബഹളവും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ മനസ്സിലാക്കാം. നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് എപ്പോഴും ഇങ്ങനെ ബഹളമാണെങ്കിൽ നമുക്ക് നിൽക്കാൻ ഇഷ്ടമാണോ? അല്ല, എനിക്ക് ഈ പേഴ്സണലി ഇഷ്ടമല്ല. ഈ ചിലവർക്കുണ്ട് ഇങ്ങനെ അടി കൂടുന്ന കാണാൻ നല്ല ഇഷ്ടമായിട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യമല്ല പറഞ്ഞത്, നോർമലി ഹ്യൂമൻസിന് ഇഷ്ടമല്ല ഇങ്ങനെ അടി ഉണ്ടാക്കുന്ന, മറ്റൊരാരും അടി ഉണ്ടാക്കുന്നതൊന്നും വലിയ താല്പര്യമുള്ള കേസൊന്നുമല്ല. എനിക്ക് പേഴ്സണൽ താല്പര്യമില്ല. അപ്പം അങ്ങനെ എപ്പോഴും ബഹളം ഉണ്ടാകും, കുടുംബത്തിൽ എപ്പോഴും പ്രശ്നമാണെങ്കിൽ അവരുടെ വീട്ടിൽ സാമ്പത്തികം പയ്യെ പയ്യെ കുറഞ്ഞ് ഇല്ലാതെയാവും. അതിന് പ്രധാന കാരണം എന്താണെന്നറിയോ? അവിടെ നിന്ന് ലക്ഷ്മി ദേവി അങ്ങ് ഇറങ്ങിപ്പോവും. എപ്പോഴും അടിയും ബഹളം ഉണ്ടാക്കുന്നവർക്ക് എന്ത് ചെയ്യില്ല, ലക്ഷ്മി ദേവി നിൽക്കൂല. ലക്ഷ്മി ദേവി അവിടെ നിന്ന് എന്ത് ചെയ്യും, ആ പടി കടന്നങ്ങ് പുറത്തേക്ക് പോകും. പിന്നീട് എന്തുണ്ടാവില്ല, അവിടെ സാമ്പത്തികമായിട്ട് ഉപയോഗിച്ചേക്ക് സാധ്യത കുറവാണ്. കാരണം എന്തായാലും ലക്ഷ്മി ദേവി ഇറങ്ങിപ്പോയി. സോ ആ സാമ്പത്തികമൊക്കെ പയ്യെ കുറഞ്ഞ് എന്ത് ചെയ്യും, നല്ല രീതിയിൽ കടക്കണിയാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വസ്ത്രങ്ങൾ എപ്പോഴും നിരന്തരമായിട്ട് കറ പറ്റുക, വസ്ത്രം കീറിപ്പോവുക, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചീത്ത ലക്ഷണമായിട്ട് പറയാൻ പറ്റും, കടം കയറുന്നതായിട്ട് പറയാം. ശരിക്കും പറഞ്ഞാൽ കീറിയ വസ്ത്രം ധരിക്കാൻ പോലും പാടില്ല എന്നാണ് പറയുന്നത്. ബട്ട് ഇപ്പൊ നമ്മുടെ ഫാഷൻ എന്ന് പറയുന്ന കീറിയ വസ്ത്രം ഒക്കെ നമുക്ക് ഫാഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കീറിയ വസ്ത്രം ധരിക്കുന്നത് നമുക്ക് ദോഷത്തെ പ്രദാനം ചെയ്യാനൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഒരു വിശ്വാസമാണ്. ബട്ട് ഫാഷൻ ആകുമ്പോൾ മാറുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഓരോ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. സോ ഇങ്ങനെ നമുക്ക് ഉള്ള വസ്ത്രം, കീറാത്ത വസ്ത്രമാണ് മേടിക്കുമ്പോഴേ കീറിയ വസ്ത്രം എന്ന് വെച്ചാൽ ഫാഷനാണ്. മേടിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഇടയ്ക്ക് നിരന്തരമായിട്ട് കീറുന്നു, അല്ലെങ്കിൽ വസ്ത്രത്തിൽ കറ പറ്റുന്നു, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണ്, നിരന്തരം സംഭവിച്ചു കഴിഞ്ഞാൽ കടക്കേണ്ടി വരാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കടം കയറാനുള്ള സാധ്യതയുണ്ട്, കടം പെരുകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ലക്ഷണമാണ്.
ഒരു സൂചനയാണ്. അതുപോലെ തന്നെ നിരന്തരമായി നമുക്ക് കീറിയ നോട്ട് ലഭിക്കുക ഒക്കെ ചെയ്യുന്നത് നമുക്ക് എന്താണ് കടസാധ്യത. ഇപ്പൊ ഒരാൾ ഇനിയിപ്പോ എന്തറിഞ്ഞിട്ട് നാളെ മുതൽ ആളുകൾ കീറിയ നോട്ട് ശത്രുക്കൾക്ക് മൊത്തം കൊണ്ടു കൊടുക്കുക, വിതറിക്കൊണ്ടിരിക്കുക, ഒരു കാര്യം ഉണ്ടാവില്ല. ഇതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രതീക്ഷിക്കാതെ കിട്ടുന്നതാവണം, അല്ലെ പ്രതീക്ഷിക്കാതെ അവർക്ക് കൊടുക്കുന്നതാവണം. ഓക്കെ, എന്നുവെച്ചാൽ നിരന്തരമായിട്ട് ഇങ്ങനെ കിട്ടുക. അതുപോലെ അല്ല നമ്മളിങ്ങനെ കീറിയ നോട്ടും മറ്റുള്ള ആൾക്ക് ചുമ്മാ അറിയാതെ കൊടുത്തു, ഓക്കെ കുഴപ്പമില്ല. അറിഞ്ഞുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇപ്പൊ ആ നോട്ട് അവർക്ക് അതുകൊണ്ടൊരു ഉപകാരവും ഇല്ല. സോ എന്താണ് അങ്ങനെയുള്ള വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള മിക്കാരും ഈ കീറിയ നോട്ടൊക്കെ ആളുകൾ കൊടുക്കുന്ന ഒന്നെങ്കിൽ ഈ വയസ്സായ ആളുകൾ നടത്തുന്ന കടയിലൊക്കെ ആക്കി കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പം അവർക്ക് അങ്ങ് പെട്ടെന്ന് കണ്ണ് കാണത്തില്ല. അപ്പം ആരാ നോട്ട് ജസ്റ്റ് മാർക്ക് നോക്കുമ്പോൾ അറിയില്ല, അല്ലെങ്കിൽ തിരക്കേറിയ ബേസിലാകും കൊടുക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ എന്ത് ചെയ്യും അറിയില്ല. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ കീറിയ നോട്ട് എന്ത് ചെയ്യാം മാറാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അത് മാറി എടുക്കുക, അതായിരിക്കും നല്ലത്. ആ സൈഡിൽ നോക്കുക, നമ്മൾ കുറച്ചുമായിട്ടുള്ള ഒരു രീതിയും കൂടി നോക്കുക, മനുഷ്യത്വം കൂടി കാണിക്കുക. അതുപോലെ നിരന്തരമായി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ടേക്ക് കെയർ ചെയ്തോളൂ, ശ്രദ്ധിക്കുക. മറ്റേതിന്റെ എത്ര പേടിക്കണ്ട, ബട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് എന്താ ഒരു ലക്ഷണങ്ങൾ അല്ലെ നിമിത്തങ്ങളൊക്കെ. ഇതൊക്കെ നിമിത്തങ്ങളാണ്, ലക്ഷണങ്ങളാണ്. ഓക്കെ, അപ്പൊ ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടൊന്ന് ജാഗ്രതയാവുക, ശ്രദ്ധിക്കുക. അല്ല പേടിക്കാൻ വേണ്ടി പറയുന്നല്ല ഇതൊന്നും. വളരെയധികം ജാഗ്രതയെ ശ്രദ്ധയോടെ മുമ്പോട്ട് പോവുക. ഈ ലക്ഷണങ്ങളൊക്കെ കണ്ട നല്ല രീതിയിൽ ജാഗ്രത പാലിക്കുക. വേണ്ട മുന്നേറിപ്പ് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. നിങ്ങളുടെ എക്സ്പെൻസ് ഒക്കെ കറക്റ്റ് ആണോ, നിങ്ങൾ അനാവശ്യമായിട്ട് എവിടെയെങ്കിലും സ്പെൻഡ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ വരവ് ചെലവുകൾ കണക്കുകളൊക്കെ കൃത്യമായിട്ടൊന്ന് അക്കൗണ്ട് ചെയ്ത് നോക്കുക. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇത് ചിലപ്പോൾ പ്രകൃതി നമുക്ക് നല്ല സൂചനയായിരിക്കും, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, സോ ഒന്ന് ശ്രദ്ധിച്ചോ. നിങ്ങൾക്ക് അത് നിങ്ങൾ എന്ത് ചെയ്യണം, നാശത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന് പറയുന്ന പോലെ പ്രകൃതി നിങ്ങളെ കാണിച്ചു തരുന്ന കുറച്ച് സൂചനകളും ലക്ഷണങ്ങളും നിമിത്തങ്ങളൊക്കെയാണ് നമ്മുടെ വിശ്വാസം. അല്ലെങ്കിൽ നമ്മുടെ ഈശ്വരൻ അല്ലെങ്കിൽ നമ്മുടെ ആരാധന മൂർത്തി നമുക്ക് കാണിച്ചു തരുന്നത്. സോ അതൊന്ന് ടേക്ക് കെയർ ചെയ്യുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. ഇനി ഇത് ഒന്ന് പ്രീതിപ്പെടാൻ അല്ലെങ്കിൽ നമുക്ക് അനുകൂലമാവാൻ വേണ്ടി ധനലക്ഷ്മിയെ ആരാധിക്കുന്ന ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ നമ്മള് കുബേരനെ ആരാധിക്കുന്ന ഉത്തമമായിട്ടുള്ള കാര്യമാണ്. കൃത്യമായ ഫെൻഷൻ ചെയ്യുന്നതും ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. കൃത്യമായിട്ട് ഫെൻഷൻ ഒക്കെ ചെയ്താൽ വീട്ടിലുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ നമുക്കൊന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. സോ കൃത്യമായിട്ടുള്ള ഫെൻഷൻ വേണം. കൃത്യമായിട്ട് ഫെൻഷൻ ചെയ്താൽ നമുക്ക് ആ ദോഷങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ധനലക്ഷ്മിയെ ആരാധിക്കുക, അതുപോലെ തന്നെ വിഷ്ണുദേവനെ ആരാധിക്കുക, അതേപോലെ കുബേരനെ ആരാധിക്കുക, മഞ്ഞ വസ്ത്രം കയ്യിൽ കൊണ്ട് നടക്കുക, കുട്ടികൾക്ക് മധുരം കൊടുക്കുക, അതൊക്കെ ഉത്തമമായിട്ടാണ്. നാളെയും മധുരം ചുമ്മാ എല്ലാവർക്കും കൊണ്ട് കൊടുക്കുകയല്ല ചെയ്യേണ്ട. കാരണം എന്താണ് ഇപ്പോഴത്തെ കാലമാണ്, ഇങ്ങനെ കുട്ടികളോടാണ് പറഞ്ഞത് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ മധുരം കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ളവർ കൊണ്ടുവന്ന് തന്നാൽ പരിചയമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ മേടിച്ച് കഴിക്കല്ല, വാങ്ങി കഴിക്കരുത്. എന്താണ് കൃത്യമായിട്ട് അത് ഒന്നെങ്കിൽ പേരൻസിന്റെ അടുത്തോ അല്ലെങ്കിൽ അടുത്തുള്ള ആരെങ്കിലും മുതിർന്ന ആളുകളായിട്ട് സംസാരിക്കുക. കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് ആകുമ്പോഴാണ് ഇത് തരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ തരുന്നതെങ്കിൽ ഒന്ന് ശ്രദ്ധിതമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മധുരം കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കേണ്ട നിങ്ങൾക്ക് കുട്ടികൾ അവരുടെ കൂടെ പഠിക്കുന്നവർക്ക് കൊടുക്കാം, മിഠായി കൊടുക്കാം അല്ലെ, സ്വീറ്റ്സ് കൊടുക്കാം. ഇനി അല്ലെങ്കിൽ ഏതിനും അനാഥാലയങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കാം അല്ലെ. ഇനി അതല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ ഒരു പാത്രത്തിൽ വെക്കുവോ, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അതൊക്കെ എന്ത് ചെയ്യാം, അതിന് കൃത്യമായ ഒരു ഓപ്ഷൻ നമുക്ക് അങ്ങനെ കൊടുക്കണമെങ്കിൽ അതിനൊരു ഓപ്ഷൻ കിട്ടും. സോ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം സാമ്പത്തികമായി അതുപോലെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നെയ്യ് സമർപ്പണം, നെയ്വിളക്ക് കത്തിക്കുന്നതൊക്കെ ഉത്തമമായിട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും വീട്ടിൽ കത്തിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. ഇനി വീട്ടിലും പറ്റിയില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ക്ഷേത്രം ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിലെ തിരുമേനിയെ വിളിച്ച് പറയുക എന്താ നെയ്വിളക്ക് കത്തിക്കുന്ന കാര്യം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ കേട്ടോ. അപ്പൊ മിനിമം വെള്ളിയാഴ്ച ദിവസങ്ങളിലും കത്തിക്കുക. നിങ്ങൾ ഒന്നിലധികം അല്ലെങ്കിൽ 2-3 ലക്ഷങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊരു ജ്യോതിഷനെ കാണുകയോ അല്ലെങ്കിൽ ദേവനെ കാണുന്നത് ഉത്തമമായിരിക്കും. ഇനി അതല്ലെങ്കിൽ ചൊവ്വയും വെള്ളി ദിവസങ്ങളും നിർബന്ധമായിട്ട് കണ്ടിന്യൂസ് അത് ചെയ്യുന്ന ഉത്തമമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ പറയാൻ ഉദ്ദേശിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു. നമ്മൾ ഇങ്ങനെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ നോളജ് അങ്ങനെയുള്ള ഇൻഫർമേഷൻ ഉള്ള കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ കൂടെ ഷെയർ ചെയ്യുന്നത്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലായി ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ഈ അറിവ് മറക്കാതിരിക്കാൻ ഒന്ന് സേവ് ചെയ്ത് വെക്കുന്നു ഉത്തമമായിരിക്കും കേട്ടോ. സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും കൂടി കൊടുക്കുക. കാരണം നമ്മൾ പറഞ്ഞു മറ്റുള്ളവരെ സഹായിക്കും കൂടി ചെയ്യണം. സോ ഈ ഒരു വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുന്ന ഒരു സഹായമാവും. കാരണം എന്താ വെച്ചാൽ അവരുടെ വീട്ടിൽ ഇങ്ങനെ ലക്ഷ്യം കണ്ട് അവർക്ക് ജാഗ്രതയാവാൻ പറ്റും.
ഇത് വിശ്വാസമുള്ളവർ വിശ്വസിക്കട്ടെ. ഓക്കെ, കാരണം ഇതൊക്കെ ഒരു വിശ്വാസമാണ് അല്ലെ. ഇതിനൊന്നും കൃത്യമായിട്ടൊരു പ്രൂഫ് ചോദിച്ചാൽ പ്രൂഫ് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്റെ ഗുരുക്കന്മാരും ഞാനും പഠിച്ച ഗ്രന്ഥത്തിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അല്ലെ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഞാൻ അത് നിങ്ങളിലേക്കും ഒന്ന് പകർന്നു എന്ന് മാത്രമേ ഉള്ളൂ. വിശ്വാസമുള്ളവർ വിശ്വസിക്കുക, വേണ്ട ജാഗ്രത സ്വീകരിക്കുക കേട്ടോ. ആരെയും ഒന്നും നിർബന്ധിച്ച് ചെയ്യാൻ നമുക്ക് ആർക്കും ഒന്നും അധികാരമില്ല. അവരുടേതായ ഇഷ്ടങ്ങൾ ചെയ്യാനുള്ള അധികാരം അല്ലെ. സോ നമുക്ക് നമ്മുടെ ആ ഇഷ്ടങ്ങൾ മുമ്പോട്ട് പോവാ. അത് മാത്രല്ല നമ്മുടെ ആ വിശ്വാസങ്ങൾ നമ്മൾ കൊണ്ടുപോയി മുമ്പോട്ട് തന്നെ കൊണ്ടുപോവുക. ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും വീഡിയോ കണ്ടന്റ് മേക്ക് ചെയ്യേണ്ട ടോപ്പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുമ്പോൾ നമുക്ക് അതനുസരിച്ച് വീഡിയോ മേക്ക് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ പേര് നക്ഷത്രം താഴെ കമന്റ് ചെയ്യുകയെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും പ്രാർത്ഥനയിലും നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ.